വാടകയ്ക്ക് താമസിക്കുന്ന ഏതൊരു മലയാളി പ്രവാസിയുടെ ഉള്ളിൽ ആശങ്കയുണ്ടാക്കുന്ന ഒരു നിമിഷമുണ്ട്. നിങ്ങളുടെ ഇജാരി അഥവാ വാടക കരാർ പുതുക്കാൻ 2 മാസമോ 3 മാസമോ ബാക്കിയുള്ളപ്പോൾ കെട്ടിട ഉടമയിൽ നിന്നോ റിയൽ എസ്റ്റേറ്റ് ഏജൻസിയിൽ നിന്നോ ലഭിക്കുന്ന ആ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ആ ഒരു ഇമെയിലാണ് വരുന്ന വർഷം മുതൽ നിങ്ങളുടെ വാടകയിൽ 15% അല്ലെങ്കിൽ 20% വർധനവ് ഉണ്ടാക്കുന്നതാണ് എന്നതായിരിക്കും ആ ഒരു മെസ്സേജിൽ പറയുന്നത്. മാസം തോറും വലിയ അധ്വാനത്തിലൂടെ ഉണ്ടാക്കുന്ന ശമ്പളത്തിൽ നിന്നും വീട്ടുവാടകയ്ക്കായി വൻ തുക മാറ്റിവെക്കേണ്ടി വരുന്ന പ്രവാസികൾക്ക് അപ്രതീക്ഷിതമായി എത്തുന്ന ഇത്തരം വാടക വർധനവുകൾ വലിയൊരു സാമ്പത്തിക ആഘാതമാണ് ഉണ്ടാക്കുന്നത്. ഉടമ ആവശ്യപ്പെടുന്ന 5000-ഓ 10000-ഓ ദിർഹം അധികമായി നൽകാൻ വഴിയില്ലാതെ വേറെ ഫ്ളാറ്റുകളിലേക്ക് മാറുകയാണെങ്കിൽ ഷിഫ്റ്റിംഗ് ചാർജുകളും പുതിയ ഏജൻസി കമ്മീഷനുകളും നൽകി കൂടുതൽ കണക്കെണിയിലാകുമെന്ന അവസ്ഥയാണ് പല കുടുംബങ്ങളും നേരിടുന്നതും. എന്നാൽ ദുബായിലെ ഏതൊരു കെട്ടിട ഉടമയ്ക്കും അവരുടെ ഇഷ്ടാനുസരണം തോന്നുമ്പോൾ നിങ്ങളുടെ വാടക കൂട്ടാൻ നിയമപരമായി യാതൊരു അവകാശവുമില്ല. RERA അതായത് റെറ നിയമം അനുസരിച്ച് നിങ്ങളുടെ ഫ്ളാറ്റിന് വാടക കൂട്ടാൻ ഉടമയ്ക്ക് യോഗ്യത ഉണ്ടോ എന്ന് വെറും 1 മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ മൊബൈൽ ഫോണിലൂടെ സൗജന്യമായി തന്നെ പരിശോധിക്കാൻ സാധിക്കും. ആദ്യമായി ദുബായിൽ വാടക പുതുക്കുമ്പോൾ ഏതൊരു പ്രവാസിയും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും വലിയ നിയമം 90 ദിവസത്തെ നോട്ടീസ് നിയമമാണ്. അതായത് നിങ്ങളുടെ വാടക നിയമം അനുസരിച്ച് നിങ്ങളുടെ എജാരി കരാർ കാലാവധി അവസാനിക്കുന്ന തീയതിക്ക് കുറഞ്ഞത് 90 ദിവസം മുൻപെങ്കിലും കെട്ടിട ഉടമ വാടക വർദ്ധിപ്പിക്കുന്ന കാര്യത്തെക്കുറിച്ച് രേഖാമൂലം നിങ്ങൾക്ക് നോട്ടീസ് നൽകിയിരിക്കണം. ഈ ഒരു നോട്ടീസ് ഇമെയിൽ വഴിയോ ഔദ്യോഗിക കത്ത് വഴിയോ അല്ലെങ്കിൽ വാട്സപ്പ് വഴിയോ ആയിരിക്കണം അയക്കേണ്ടതും. ഒരുപക്ഷെ നിങ്ങളുടെ കരാർ അവസാനിക്കാൻ വെറും 80 ദിവസമോ 60 ദിവസമോ ബാക്കി മാത്രമുള്ളപ്പോഴാണ് ഉടമ വാടക കൂട്ടാൻ ആവശ്യപ്പെടുന്നതെങ്കിൽ റെറ നിയമം അനുസരിച്ച് ആ ഒരു വാടക വർധനവ് പൂർണ്ണമായും നിയമവിരുദ്ധമാണ്. കൂടാതെ 90 ദിവസത്തെ സമയപരിധി പാലിച്ചില്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ അതേ വാടക നിരക്കിൽ തന്നെ അടുത്ത 1 വർഷത്തേക്ക് കൂടി കരാർ പുതുക്കാൻ വാടകക്കാരന് നിയമപരമായ അവകാശമുണ്ട്. ഇനി കെട്ടിട ഉടമ കൃത്യമായി 90 ദിവസത്തെ മുമ്പ് നോട്ടീസ് അയച്ചു എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ഉടമ ആവശ്യപ്പെടുന്ന തുക മുഴുവനായി നൽകാൻ നമ്മൾ ബാധ്യസ്ഥരാണോ എന്ന് നോക്കാം. ഇതിന് മറുപടി പറയുന്നത് ഒരിക്കലുമല്ല എന്നാണ്. കാരണം ദുബായിൽ ഒരു പ്രദേശത്തെ വിപണി നിരക്കിനേക്കാൾ എത്രത്തോളം കുറവാണ് നിങ്ങളുടെ നിലവിലെ വാടക എന്ന് അടിസ്ഥാനമാക്കിയാണ് റെറ വാടക വർധനവ് ഇവിടെ നിശ്ചയിക്കുന്നത്. 2013 43-ാം നമ്പർ ദുബായ് ഡിക്രി ലോ അനുസരിച്ച് നിർണയിച്ചിട്ടുള്ള 5 പ്രധാന കാര്യങ്ങളാണ് ഇനി പറയുന്നത്. ഒന്നാമതായി, നിങ്ങൾ നിലവിൽ നൽകുന്ന വാടക ആ ഒരു ഏരിയയിലെ ശരാശരി വിപണി വാടകയേക്കാൾ 10% താഴെ മാത്രമാണ് കുറവെങ്കിൽ കെട്ടിട ഉടമയ്ക്ക് നിങ്ങളുടെ 1 ദിർഹം പോലും വാടക കൂട്ടാൻ അവകാശമില്ല. രണ്ടാമതായി, നിങ്ങളുടെ നിലവിലെ വാടക ആ ഒരു ഏരിയയിലെ വിപണി നിരക്കിനേക്കാൾ 11% മുതൽ 20% വരെ കുറവാണെങ്കിൽ പരമാവധി 5% വരെ വാടക മാത്രമേ കൂട്ടാൻ അനുവാദമുള്ളൂ. മൂന്നാമതായി ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ വാടക വിപണി നിരക്കിനേക്കാൾ 21% മുതൽ 30% വരെ കുറവാണെങ്കിൽ പരമാവധി 10% വരെ വാടക കൂട്ടാം. നാലാമതായി പറയുന്നത്, നിങ്ങളുടെ വാടക വിപണി നിരക്കിനേക്കാൾ 31% മുതൽ 40% വരെ കുറവാണെങ്കിൽ പരമാവധി 15% വരെ വാടക കൂട്ടാം. അഞ്ചാമതായി, നിങ്ങളുടെ നിലവിലെ വാടക ആ ഒരു ഏരിയയിലെ വിപണി നിരക്കിനേക്കാൾ 40% അധികം കുറവാണെങ്കിൽ പോലും ഒരു കെട്ടിട ഉടമയ്ക്ക് പരമാവധി കൂട്ടാൻ സാധിക്കുന്നത് 20% വാടക മാത്രമാണ്. 20% കൂടുതൽ ഒരു കാരണവശാലും ദുബായിൽ വാടക കൂട്ടാൻ നിയമം അനുവദിക്കില്ല. ഇനി നിങ്ങളുടെ ഫ്ളാറ്റിന് എത്ര ശതമാനം വാടക കൂട്ടാൻ നിയമപരമായ അനുമതി ഉണ്ടെന്ന് സ്വന്തമായി നിങ്ങൾക്ക് കണ്ടെത്തുകയും ചെയ്യാം. ആദ്യം നിങ്ങളുടെ മൊബൈലിൽ ദുബായ് റെസ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. അല്ലെങ്കിൽ ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലെ dubai.land.gov.ae റെറ റെന്റൽ ഇൻഡെക്സ് കാൽക്കുലേറ്റർ തുറക്കുക. ശേഷം നിങ്ങളുടെ നിലവിലെ ഇജാരി കോൺട്രാക്ട് വിവരങ്ങൾ എൻ്റർ ചെയ്യണം. നിങ്ങൾ താമസിക്കുന്ന പ്രദേശം, ബിൽഡിങ്ങിന്റെ പേര്, അപ്പാർട്ട്മെന്റിന്റെ തരം അതായത് സ്റ്റുഡിയോ ആണോ, 1 BHK 2 BHK നിലവിൽ നൽകുന്ന വാർഷിക വാടക തുക എന്നിവ ഇവിടെ നൽകണം. ശേഷം കാൽക്കുലേറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നിമിഷങ്ങൾക്കകം തന്നെ നിങ്ങളുടെ സിസ്റ്റം നിങ്ങളുടെ പ്രദേശത്തെ ശരാശരി വിപണി നിരക്ക് കണക്കാക്കിക്കൊണ്ട് റെറ നിയമം അനുസരിച്ച് ഉടമയ്ക്ക് എത്ര ശതമാനം വാടക കൂട്ടാം അല്ലെങ്കിൽ കൂട്ടാൻ പാടില്ല എന്ന വ്യക്തമായ ഒഫീഷ്യൽ സർട്ടിഫിക്കറ്റ് സ്ക്രീനിൽ കാണിച്ചു തരും. ഇനി നിങ്ങൾ റെറ കാൽക്കുലേറ്ററിൽ പരിശോധിച്ചപ്പോൾ നോ റെന്റ് ഇൻക്രീസ് അലൗഡ് അഥവാ വാടക കൂട്ടാൻ അനുമതിയില്ല എന്നാണ് വന്നതെങ്കിൽ ആ ഒരു സ്ക്രീൻഷോട്ടും കാൽക്കുലേറ്റർ സർട്ടിഫിക്കറ്റും നിങ്ങളുടെ ലാൻഡ് ലോർഡിനോ ഏജൻസിക്കോ ഇമെയിൽ വഴി അയച്ചു കൊടുക്കണം. നിയമപരമായി ഇത്രയും തുകയെ കൂട്ടാൻ അനുവാദമുള്ളൂ എന്ന് വളരെ മാന്യമായി തന്നെ അവരെ ബോധിപ്പിക്കുകയും ചെയ്യാം.
ഇനി ഒരു പക്ഷേ റെറ സർട്ടിഫിക്കറ്റ് കാണിച്ചിട്ടും കെട്ടിട ഉടമ അത് അംഗീകരിക്കാതെ നിയമവിരുദ്ധമായി കൂടുതൽ തുക ആവശ്യപ്പെടുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇജാരി പുതുക്കി തരാതിരിക്കുകയോ ചെയ്താൽ പ്രവാസികൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇത്തരമൊരു സാഹചര്യത്തിൽ ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റിലെ റെന്റൽ ഡിസ്പ്യൂട്ട് സെന്റർ വഴി അഥവാ വാടക തർക്ക പരിഹാര കോടതിയെ നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ്. ഇതിനായി RDCയിൽ ഓഫർ ആൻഡ് ഡെപ്പോസിറ്റ് എന്ന സേവനവും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ പഴയ വാടക തുകയ്ക്കുള്ള ചെക്കുകൾ അല്ലെങ്കിൽ റെറ അനുവദിച്ച വാടക തുകയ്ക്കുള്ള ചെക്കുകൾ ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റിൽ നിയമപരമായി ഡെപ്പോസിറ്റ് ചെയ്യാനും അവർ വഴി നേരിട്ട് ഇജാരി പുതുക്കാനും പ്രവാസികൾക്ക് ഇതുവഴി സാധിക്കും. കൂടാതെ RDCയുടെ ഉത്തരവ് വരുന്നത് വരെ കെട്ടിട ഉടമയ്ക്ക് നിങ്ങളെ കെട്ടിടത്തിൽ നിന്ന് ഇറക്കി വിടാൻ യാതൊരു നിയമപരമായ അവകാശവും UAE-യിലില്ല.